ഞങ്ങളെ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ അപ്പച്ചൻ്റെ പാദപിടത്തിൽ കടന്നു വരുവാനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവമേ നിൻ്റെ സന്നിധാനത്തിൽ അത് മുട്ടുമടക്കുവാനും ദൈവം തമ്പുരാൻ കൃപ തന്നല്ലോ. കഴിഞ്ഞ രാത്രി മുഴുവനും കണ്ണിൻ്റെ മണി പോലെ മറച്ചു, അത്ഭുതമായി നീ കാത്തു സൂക്ഷിച്ചു. ഇങ്ങനൊരു നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ, ഈ അതിരാവിലെ ഇരുട്ടോട് എഴുന്നേറ്റിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എല്ലാവരും നിൻ്റെ തൃപ്പാദത്തിൽ കൊണ്ട് കർത്താവേ സ്തോത്രം, ദൈവമേ നിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുവാൻ കർത്താവിന് ഭാഗ്യം തന്നതിനായി സ്തോത്രം. കേരളത്തിലും ഇന്ത്യയിലും വെളിയിലുമായിരുന്നു കണ്ണുനീരോടി പ്രാർത്ഥന കർത്താവ് ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രാർത്ഥന കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുന്നവരെ എല്ലാം നിന്റെ തൃപ്പാദത്തിനെ കൊണ്ടുവയ്ക്കുകയാണ്. അവരവരുടെ വേദനകളും കഷ്ടങ്ങളും കണ്ണുനീരും ദൈവം അറിയുന്നുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങൾ ദൈവം അറിയുന്നുണ്ടല്ലോ. കർത്താവെ അവർ അനുഭവിക്കുന്ന സകല വേദനകളും സകല കഷ്ടപ്പാട് നീ അറിയുന്നുണ്ടല്ലോ, രോഗങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ. അവരുടെ കർത്താവെ ഹൃദയത്തിൻ്റെ വേദനകൾ, ഉടഞ്ഞു കിടക്കുന്ന നുറുങ്ങിക്കിടക്കുന്ന ഉള്ളങ്ങൾ നീ കാണുന്നുണ്ടല്ലോ. കർത്താവെ ഏതെല്ലാം വിഷയത്തിൻ്റെ മുഖത്താണ് എൻ്റെ കുഞ്ഞുങ്ങൾ തകർന്നു കിടക്കുന്നത്, തരിപ്പണമായി കിടക്കുന്നത്, ആശ്രയമറ്റങ്ങളായി കിടക്കുന്നു, ചിറകൊടിഞ്ഞ് പറവകളെ പോലെ കിടക്കുന്ന എന്തുമാത്രം പേരുണ്ട് പച്ച, അവരെല്ലാം നിന്റെ കരത്തിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവർക്ക് നീ ആശ്വാസം കൊടുക്കണം. ഇന്ന് പകൽ മുഴുവനും എൻ്റെ കർത്താവിൻ്റെ കൃപ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അവരവർ പോകുന്നിടത്തിലെ ജോലിയിലെ പഠിത്തത്തിൽ ഏതെല്ലാം വിഷയത്തിൻ്റെ മുഖത്തിൻ്റെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം വിഷയത്തിലേക്ക് ചെയ്യുവാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടോ, എല്ലാം ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണം. അത്ഭുതങ്ങൾ നടക്കണം, അതിശയങ്ങൾ നടക്കണം, ദൈവനാമം മഹത്വമെടുക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അനേക കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വിവാഹ കാര്യങ്ങൾ കർത്താവെ ഉറപ്പിക്കുവാനുള്ള ഉറപ്പിക്കൽ ഡേറ്റുകൾ നിശ്ചയിച്ചവരുണ്ട്, കല്യാണം ഉറപ്പിച്ചവരുണ്ട്. കർത്താവെ സ്തോത്രം. ഇനി എത്രയോ കുടുംബങ്ങളിൽ കർത്താവെ എത്രയോ വിശേഷമായ കാര്യങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതിനവിടെ എല്ലാം ദൈവം, അവിടെ എല്ലാ ആവശ്യങ്ങളുടെ മുഖത്തും എല്ലാത്തിൻ്റെ മുഖത്തും ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കണം, അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. ഒരാപത്ത് അനർത്ഥങ്ങൾ ഒന്നും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ കർത്താവ് സമ്മതിക്കരുത്. കണ്ണുനീരോട് വേദനയോട് നെടുവീർപ്പിട്ടിരിക്കുന്ന ആരെങ്കിലും എനിക്കൊരു ആശ്വാസവാക്ക് പറയുമോ എന്ന് കർത്താവെ ഏങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി ഈ പ്രാർത്ഥന പോയി ചേരട്ട് എന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തൃപ്പാദത്തിൽ കൊണ്ട് വയ്ക്കുകയാണ്. അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിക്കാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനഃനാമം മഹത്വമെടുക്കുമാറാകട്ടെ. MAG ഹോസ്പിറ്റൽ വയസ്സ് മൂലം നിങ്ങൾ അനവരെയും യേശുവിൻ്റെ നാമത്തെ വന്ദനം പറയുന്നു, വാഴ്ത്തുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1236 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 38-ാം സങ്കീർത്തനത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഇന്നതിൻ്റെ 9, 10 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 38-ാം സങ്കീർത്തനത്തിൻ്റെ 9, 10 വാക്യങ്ങൾ. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുൻപിലിരിക്കുന്നു. ഒരു ഭക്തൻ പറയാണ്, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുൻപിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് പറഞ്ഞിരിക്കുന്നതുമില്ല, എൻ്റെ ഞരക്കം നിനക്ക് മുന്നേ മറഞ്ഞിരിക്കുന്നതുമില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. ഓ, എന്തൊരു വാക്കായി നോക്കിയേ. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്ക് ഇല്ലാതെയായി. അപ്പം എത്രമാത്രം ഒരു വലിയ ശോധനയുടെ ഉച്ചഘട്ടത്തിലാണ്, പരീക്ഷയുടെ ഉച്ചഘട്ടത്തിലാണ് ഇവർ നിൽക്കുന്നത്. എന്തോ ഒരു ഭയങ്കരമാണ് നോക്കിയേ. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിലിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ കുഞ്ഞുങ്ങളും അറിയേണ്ട ഒരു സത്യം, നമ്മളെ വില കൊടുത്ത് മേടിച്ചൊരുത്തനുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തൊരുത്തനുണ്ട്. അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞൊരുത്തനുണ്ട്. ആ ദൈവത്തിൻ്റെ മുന്നിലാണ് ഈ വാക്ക് പറയുന്നത്. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുന്നിലിരിക്കുന്നു. എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധ്യമാക്കി കൊടുക്കുന്ന ദൈവമാണ്, അല്ലെ സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ലല്ലോ. ഹൃദയത്തിൻ്റെ ഓരോ ഞരക്കവും ഓരോ നാഡിത്തുടിപ്പുകളും ദൈവം തമ്പുരാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് അറിയാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഇത് മറ്റാർക്കും അറിയത്തില്ല. അവരോട് പറഞ്ഞിട്ടും പ്രയോജനമില്ല. പറഞ്ഞാൽ നമ്മളെ കളിയാക്കും, നമ്മുടെ മേലെ പഴി പറയും, നമ്മളെ ഇന്നും മുറിവേൽപ്പിക്കും, നമ്മളെ ഇന്നും കരയിപ്പിക്കും, നമ്മളെ ഇന്നും നിന്ദിത പാത്രങ്ങളായി വലിച്ചെറിയും. അതുകൊണ്ട് മനുഷ്യനോട് പറയണ്ട, നമുക്ക് പറയാൻ ഒരാളുണ്ട്, നമുക്കൊരു പരിഹാരിയുണ്ട്, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തോട് ഷെയർ ചെയ്യാം, ദൈവത്തോട് പറയാം. എൻ്റെ നെഞ്ചിടിക്കുന്നു, ദൈവത്തോട് പറയാണ്. പക്ഷേ ഓരോ വിഷയങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ചിടിക്കുന്നു. അടുത്ത മിനിറ്റ് എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഗതി എന്തുവാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ഗതി എന്തുവാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തുവാണ്. നെഞ്ചിടിക്കുന്ന കർത്താവേ, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്
ബുദ്ധിമുട്ട് കണ്ട് നെഞ്ചിടിക്കുന്ന കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം കണ്ട് നെഞ്ചിടിക്കുന്ന കർത്താവേ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പച്ച. ഓരോ വിഷയങ്ങൾ നോക്കുമ്പോൾ എൻ്റെ നെഞ്ചിടിക്കുകയാണ് കർത്താവേ. എൻ്റെ ദൈവം പറയുന്നുണ്ട്, എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ, സ്തുതിക്കാൻ വയ്യ, ആരാധിക്കാൻ വയ്യ, ഞാൻ വശം കെട്ടുപോയി, ഞാൻ വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി, കാഴ്ചയും നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു, എല്ലാം ഇരുളായി. ആ സന്ദർഭത്തിലാണ് ഈ പ്രാർത്ഥന ദൈവത്തോട് ഏൽപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പാദത്തിൽ നിന്ന് വീണ് കരയാണ് ഈ പ്രാർത്ഥന. അതുപോലെ ഇന്ന് ഈ പറഞ്ഞ 2 വാക്യത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അനേകം പേര് ഈ പ്രാർത്ഥനയിലുണ്ട്. അതിൽ നല്ല ജോലിയുള്ളവർ, നല്ല ഉല്ലാസമായി ജീവിക്കുന്നവർ, നല്ല ഭവനമുള്ളവർ, നല്ല വാഹനമുള്ളവർ, നല്ല സുഖമായിട്ട് ഒരു പ്രയാസവുമില്ലാതെ സ്വർഗ സന്തോഷം അനുഭവിക്കുന്നവർ ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഇടമധ്യയിരിക്കുന്ന ഒരു പാർട്ടിയും ഇതിനകത്തുണ്ട്, ഒന്നുമില്ലാത്തവരും ഇതിനകത്തുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ, പാസ്റ്ററെ ഈ പ്രോബ്ലം ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ നെഞ്ചൊന്നും ഇടിക്കുന്നില്ല, ഞങ്ങളുടെ കാഴ്ചയൊന്നും മാറിയിട്ടില്ല, ഞങ്ങളുടെ ഞരക്കമൊന്നും ആർക്കൊന്നും അറിയില്ല, ഞങ്ങൾ ഞരങ്ങുന്നൊന്നും ഇല്ല, ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് തള്ളിക്കളയരുത്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഒരു സ്തോത്രം പറഞ്ഞു. കർത്താവേ, ഈ ദൈവദാസൻ മൂലം ഈ പറയുന്ന വിഷയം മറ്റാരുടെയെങ്കിലും ഭവനത്തിലുണ്ടെങ്കിൽ, ആരെങ്കിലും ദൈവദാസന്മാരോ ദൈവമക്കളോ കുഞ്ഞുങ്ങളോ ഈ വിഷയത്തിൽ ഇങ്ങനെ നൊന്ത് വേദനിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, അവർക്കൊരു ആനന്ദം കൊടുക്കണമേ, ഒരു വിടുതൽ കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ വരുന്ന നാൾക്കളിൽ ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കും. ഇതുപോലുള്ള ആപത്ത് വരുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടുവാൻ ആ പ്രാർത്ഥന നിങ്ങൾക്ക് പ്രയോജനമായി മാറും. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതി മാറ്റിക്കൊടുത്ത ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റിക്കൊടുക്കുവാൻ മതിയായവനാണ്. അതുകൊണ്ട് നമുക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ഏൽപ്പിച്ചോട് പ്രാർത്ഥിക്കുക. നമുക്ക് ഈ സ്ഥിതി വരരുതേ, ഈ സ്ഥിതി ഉള്ളവരെ രക്ഷിക്കണമേ, അവർക്കൊരാശ്വാസം കൊടുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ വലിയ കരം നീട്ടും, അത്ഭുതം നടക്കും, വിടുതലുണ്ടാകും. അതുകൊണ്ട് ഇവിടെ പറയുന്ന കണ്ടോ, കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിൽ ഇരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല, എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായ അപ്പച്ച. ഓ, എന്തൊരു ഭയങ്കരമായത്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പോൾ ഈ നല്ല സമയത്തെ ഓർത്ത് തിരുമനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് എൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ഈ അതിരാവിലെ ഇരുട്ടോട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവരും എൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുവാനും കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നല്ലോ. ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ അപച്ചായിരുന്നു പ്രാർത്ഥിക്കുന്നത്, പല മൈലുകൾ ദൂരത്തിലാണ്, പല കടലുകൾ താണ്ടിയാണ് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ സ്തോത്രം. ஆனால் ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, നിന്നെ ഒന്ന് ഉയർത്തുവാൻ ഞങ്ങൾക്ക് നല്ല ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചതിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നീ അനുഗ്രഹിച്ചാട്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ഓരോരുത്തരുടെ വിഷയത്തിലും നിന്റെ കൈ ഒന്ന് നീട്ടണമേ, നിന്റെ കരമൊന്ന് നീട്ടണമേ, നിന്റെ അദൃശ്യ കരത്തെ ഒന്ന് നീട്ടണമേ, അത്ഭുതത്തിൻ്റെ കരത്തെ ഒന്ന് നീട്ടണമേ. ഇതിനകത്ത് പറഞ്ഞതുപോലെ കർത്താവേ സ്തോത്രം, തൻ്റെ ഓരോ ഭക്തന്മാരുടെ ആഗ്രഹത്തെയും എൻ്റെ ദൈവം അറിഞ്ഞിരിക്കനായി സ്തോത്രം. എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിൽ ഇരിക്കുന്നു ദൈവമേ. എൻ്റെ ഭക്തൻ്റെ ആഗ്രഹം വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, മാസക്കണക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞിനൊരു ഭാവി ലഭിക്കുമോ, എൻ്റെ ഭവനത്തിനൊരു വിടുതൽ ലഭിക്കുമോ, ഞങ്ങളുടെ കഷ്ടപ്പാട് മാറുമോ, ഞങ്ങളുടെ വേദന മാറുമോ എന്നുള്ള ഞരക്കം യേശുവിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലെ ദേവൻ ഇപ്പോൾ കൽപ്പിക്കണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. കർത്താവ് രാത്രിയും പകലും കടന്നുകൊണ്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എനിക്കൊരാശ്വാസം ലഭിക്കുമോ, എനിക്കൊരു സമാധാനം ലഭിക്കുമോ, എനിക്കൊരു വിടുതൽ ലഭിക്കുമോ, ഒരു ദിവസമെങ്കിലും എൻ്റെ ജീവിതത്തിലെ തലയൊന്ന് ഉയർന്നേൽക്കുവാൻ, എനിക്കൊന്ന് സന്തോഷിക്കുവാൻ, ഒന്ന് ആനന്ദിക്കുവാൻ, തൃപ്തിയായി ഒന്ന് കിടക്കുവാൻ, ഉറങ്ങുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിക്കുമോ എന്ന് കർത്താവേ സ്തോത്രം. ഞരങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ ഞരക്കത്തിന് എൻ്റെ അപ്പച്ചനൊരു വിടുതലെ കൊടുക്കണമേ. എൻ്റെ നെഞ്ചിടിക്കുന്ന കർത്താവേ, അടുത്ത നാൾക്കളിൽ നടക്കുന്ന സംഭവങ്ങളെ ഓർക്കുമ്പോൾ ഇന്നേക്ക് പകൽക്കാലം അനേകരുടെ ജീവിതത്തിൽ അനേക ഫൈനാൻഷ്യൽ പ്രോബ്ലം ഇരിക്കും, കടക്കാർ വരുമായിരിക്കും, ഒത്തിരി ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും, വലിയ രോഗികളായിരിക്കും. നിങ്ങൾ ആ ഹോസ്പിറ്റൽ കിട്ടാൻ പല ലക്ഷങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കും, മേജർ ഓപ്പറേഷൻ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. പെൺകുഞ്ഞുങ്ങൾ വീടിനകത്ത് വളർന്നു നിൽക്കുന്നു, ആൺകുഞ്ഞുങ്ങൾ വളർന്നു നിൽക്കുന്നു, ഇന്നൊരു ഭാവി ലഭിച്ചിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെന്ന് അറിയത്തില്ല. നെഞ്ചിടിക്കുന്നു കർത്താവേ, എൻ്റെ നെഞ്ചിടിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ട് കർത്താവേ, ഞാൻ തല ചുറ്റുകയാണ്, എനിക്കൊന്നും അറിയത്തില്ല, എങ്ങോട്ടാ പോകുന്നത്, ഇത്ര ലക്ഷം വേണമല്ലോ, എന്ത് ചെയ്യും, ഇങ്ങനത്തെ രോഗമാണോ എന്ന് പറഞ്ഞ് നെഞ്ചിടിക്കുകയാണ്.
എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്ന അപ്പച്ച. ഇനിയും തുഴയാൻ വയ്യ, ഇനി നിൽക്കാൻ വയ്യ, ഇനി നടക്കാൻ വയ്യ. ഞാൻ വശം കെട്ടുപോയി, ഞാൻ താളടിയായി, ഞാൻ തളർന്നു പോയി, വശം കെട്ട് കിടക്കുന്ന അപ്പച്ച. ഓ ഹല്ലേലൂയ. എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി അപ്പച്ച. ദൈവമേ, നിന്നെ കാണുവാൻ, നിന്റെ മുഖത്ത് നിന്ന് നോക്കുവാൻ കണ്ണിനും വെളിച്ചമില്ല അപ്പച്ച. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. എന്നെ ഒന്ന് വിടിവിക്കണമേ, എനിക്കൊരാശ്വാസം തരണമേ. എന്നെ കൈവിടരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് കണ്ണുനീരോടെ യാചിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് തന്നെ എൻ്റെ കർത്താവിൻ്റെ അത്ഭുതം, ഇന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഒരു അത്ഭുതം നടക്കണം വെച്ച, സൂര്യൻ ഉദിക്കുന്നതിന് ഒരു അത്ഭുതം നടക്കണം വെച്ച, സൂര്യൻ അസ്തമിക്കുന്ന ഒരു അത്ഭുതം നടക്കണം വെച്ച. ഇന്ന് പകലും നാളെ രാവിലെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം വരയ്ക്കും നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ ചെറിയ മറയ്ക്കണമേ. ഒരനർത്ഥം വരെ സമ്മതിക്കരുത്, ഒരുത്തരെ ഉപേക്ഷിക്കരുത്, ഒരുത്തരെ മറക്കരുത്, ഒരുത്തരെ കൈവിടരുത്, ഒരുത്തരെ തള്ളിക്കളയരുത് വെച്ച. എല്ലാവരുടെ മേലും നിന്റെ കൃപ, നിന്റെ കൃപ, നിന്റെ കൃപ, നിന്റെ ആശ്വാസകരം, നിന്റെ ആനന്ദത്തിന്റെ കരം, ബലപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങളെ താങ്ങി നിർത്തുന്ന, ഞങ്ങളെ ചുമന്നുകൊണ്ട് പോകുന്ന ബലത്ത കരം ഹുറാബഹാന. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലെ ഇപ്പം നീട്ടണമേ ഞാൻ പ്രാർത്ഥിക്കുക. ആ പുയത്തിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ തരുന്ന പച്ച, ഓരോരുത്തരെയും തരുന്ന കർത്താവെ, മാറാതെ രോഗങ്ങൾ, മാറാതെ ബലഹീനങ്ങൾ, മാറാതെ കഷ്ടങ്ങൾ, ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് ബലഹീനമായിക്കൊള്ളട്ടെ, ഏത് പ്രയാസമായിക്കൊള്ളട്ടെ, ഏത് പൈശാചിക ബന്ധനമായിക്കൊള്ളട്ടെ, പോരാട്ടമായിക്കൊള്ളട്ടെ, ഏത് കെട്ടുകളായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ബന്ധനങ്ങൾ അഴിയണം, രോഗങ്ങൾ മാറണം, മരണക്കടക്ക് മാറ്റിവിരിക്കണം, അത്ഭുതം കർത്താവ് ചെയ്യണം. ഒരു വിടുതലിന്റെ കരം, ഒരു അത്ഭുതത്തിന്റെ കരം, പരിപൂർണ സൗഖ്യത്തെ കൽപ്പിക്കുന്ന ആ ജീവനുള്ള മുറിവേറ്റ കരം ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വയ്ക്കണമേ. നിന്റെ മുറിവേറ്റ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദേശത്തിന്റെ ഏത് ഭാഗത്തിരിക്കട്ടെ പച്ച, എവിടെ ഇരിക്കട്ടെ പച്ച, അവരുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് രോഗമായിക്കൊള്ളട്ടെ, അത് ഡോക്ടർമാരാലെ പരിഹരിക്കാൻ വയ്യ, അതിന് മെഡിസിൻ ഇല്ല, അതിന് മെഡിസിൻ എടുക്കാനുള്ള ശക്തി നിന്റെ കുഞ്ഞുങ്ങൾക്കില്ല, അതിനുള്ള കർത്താവെ സാമ്പത്തികമില്ല, തളർന്നു കിടക്കുകയാണ്, നെഞ്ചിടിത്തോണ്ടിരിക്കുകയാണ്, പതറിക്കിടക്കുകയാണ്. അവരോട് കർത്താവ് ഇടപെടണമേ, ആശ്വാസത്തിന്റെ കരവും നീട്ടണമേ, അത്ഭുതത്തിന്റെ കരവും നീട്ടണമേ, വിടുതലിന്റെ കരവും നീട്ടണമേ, ആശ്വാസത്തിന്റെ കരവും നീട്ടണമേ. ഓ ഹല്ലേലൂയ. അപ്പച്ചാ, നിന്റെ മഹത്വമേറിയ, നിന്റെ വീര്യം പ്രവർത്തിക്കുന്ന ആ വലിയ കരം, ആ വലിയ കരം ഒന്ന് നീട്ടണമേ, അത്ഭുതത്തിന്റെ കരം ഒന്ന് നീട്ടണമേ, ആ മഹത്വത്തിന്റെ കരം ഒന്ന് നീട്ടണമേ. ഓ ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ സൗഖ്യം, ഇപ്പോൾ തന്നെ സമാധാനം, ഇപ്പോൾ തന്നെ വിടുതൽ, ഇപ്പോൾ തന്നെ ആശ്വാസം നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ടപ്പച്ച, കൊടുത്താട്ടപ്പച്ച. ഒരുത്തരെ ഉപേക്ഷിക്കരുത്, ഒരുത്തരെയും തള്ളിക്കളയരുത്, ഒരുത്തരെയും വേണ്ട എന്ന് വലിച്ചെറിയരുതപ്പച്ച, വലിച്ചെറിയരുത്, ഉപേക്ഷിക്കരുതപ്പച്ച, ഉപേക്ഷിക്കരുതപ്പച്ച. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും തള്ളിക്കാണും, ഡോക്ടർമാർ തള്ളിക്കാണും, എല്ലാവരും കൈവിട്ടാൽ നീ കൈവിടരുതേ, കൈവിടരുതേ, കൈവിടരുതപ്പച്ച. ആര് തള്ളിക്കളഞ്ഞാലും, ആര് വേണ്ടാന്ന് ഉപേക്ഷിച്ചാലും നീ ഉപേക്ഷിക്കുന്ന ദൈവമല്ല പച്ച. ഞങ്ങളെ മാർവോട് ചേർത്തുകൊള്ളുന്ന ദൈവം, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം, ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവം, ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവം ഇപ്പോൾ തന്നെ നിന്റെ കുഞ്ഞുങ്ങളോട് ഇറങ്ങി വന്ന് ഒരത്ഭുതം നടക്കണം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കണം. വിടുതലിന്റെ കരം, അത്ഭുതത്തിന്റെ കരം, അതിശയത്തിന്റെ കരം ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ചലിക്കട്ടെ. ഓരോ കുടുംബത്തിലും ആശ്വാസം, സന്തോഷം, സമാധാനം, ആനന്ദം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് വിടുതൽ ചെയ്യണമേ. ഇന്നത്തെ പ്രാർത്ഥന അനേകർക്ക് പ്രയോജനമായി, അനേകർക്ക് ബലനായി, അനേകർക്ക് സുഖമായി, ആശ്വാസമായി കാണുവാൻ കർത്താവ് സഹായിച്ചാട്ട്. നീ അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിൽ ഇരിക്കുന്നു. എൻ്റെ ഞരക്കം നിനക്ക് മറിഞ്ഞിരിക്കുന്നതുമില്ല. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. അത്ഭുതത്തിന്റെ കരമേ, അതിശയത്തിന്റെ കരമേ, വിടുതലിന്റെ കരമേ, ഇറങ്ങി വന്നതുക്കായി സ്തോത്രം. എല്ലാവരെയും തൃപ്പാദത്തിൽ കൊണ്ടുവന്ന് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആശ്വസിപ്പിച്ചാട്ട്, ബലപ്പെടുത്തിക്കാട്ട്. ആശ്വാസത്തിന്റെ കര കൂടെ ഇരിക്കട്ടെ. കർത്താവ്, ഈ പ്രാർത്ഥനയുടേതായി സ്തോത്രം, സ്തോത്രം. പോയി ചേർന്നിട്ടെല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. അനേകർ വിടുതൽ പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. മുഖ്യമായിട്ടൊന്ന് പറയാനുണ്ട്. ഇന്ന് തൊട്ട് എനിക്ക് മറുപടി 4 ദിവസത്തെ കൺവെൻഷനാണ്. ഇവിടുത്തെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ വൈകിട്ടും പകലും ഞാൻ പ്രസംഗിക്കണം. കുറഞ്ഞതൊരു മെസ്സേജ് 2 മണിക്കൂർ ടൈം എടുക്കണം. ഒരു നാള് പകലും വൈകിട്ടും, അങ്ങനെ 4 ദിവസം കണ്ടിന്യൂ പ്രസംഗിക്കണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിലൊത്തിരി ദൈവത്തിൻ്റെ ബലനും ശക്തിയും വേണം. ഞാൻ ഒത്തിരി ക്ഷീണിതനാണ്, ഒത്തിരി ബലഹീന ശരീരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ 4 ദിവസത്തെ മീറ്റിംഗ് ഒത്തിരി അനുഗ്രഹമായിരുന്നു. 10 പേര് സ്നാനത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ 4 ദിവസത്തെ മീറ്റിംഗ്, അടുത്ത ആഴ്ച പിന്നെയും മീറ്റിംഗ് ആണ്.
ആ മീറ്റിങ്ങിലെല്ലാം അനേകർ സ്നാനത്തിന് സമർപ്പിക്കണം, തീരാതെ രോഗികൾ വിടുതലാകണം, അപ്പോസ്തലരുടെ കാലത്ത് തന്നെ അതേ അത്ഭുതങ്ങളും അതിശയങ്ങളും നടക്കണം, ദൈവം അടിയനെ ശക്തീകരിക്കണം. ഇതിൻ്റെ മധ്യേ വെളുപ്പിനെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന അയക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും ശക്തിയും ബലനും ഇല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കാവലിന് വേണ്ടി, സൂക്ഷിപ്പിന് വേണ്ടി, ബലത്തിൽ ദീർഘായുസ്സിന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കണം, സാക്ഷ്യങ്ങൾ അയക്കണം. കർത്താവ് നിശ്ചയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലസ് യു.